ഇതിനെ സോയാബീൻ ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ വേണേൽ കണ്ടുപിടിച്ചെന്നൊക്കെ പറയാം. ചിലപ്പോൾ ചിലവരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു അൽക്കുലത്തെ പരിപാടിയില്ലേ, അതൊരു പരിപാടിയാണിത്. അപ്പം ഇത് സോയാബീൻസ് ഒരു അരമണിക്കൂർ കൂത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് വേവിച്ചെടുത്തു. വെന്ത് വരുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞാണിത് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമുക്ക് ഈ ഗ്യാസ് പാത്രം ഫുൾ ഓവർഫ്ലോ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 2-3 വട്ടം അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനത് തിളച്ച് വന്നപ്പോഴത്തേക്ക് മൂടി തുറന്നു കൊടുത്തത്. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് എന്താണ് പറയുന്നത്, ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നല്ലതായിട്ട് അതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് അത് എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തൊന്ന് സോയാബീൻസ് ഇട്ടൊന്ന് ജസ്റ്റ് കുറച്ച് നേരം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടിയില്ലാത്തതുകൊണ്ട് ഇവിടെ മറ്റേ മുളക് അരച്ചെടുത്തതും മഞ്ഞൾപ്പൊടി പിന്നെ വീട്ടിലാകെ ഉണ്ടായിരുന്ന മസാല ചിക്കൻ മസാല ആയിരുന്നു, അതുകൂടെ ചേർത്ത് കുറച്ച് നേരം നല്ലതായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തു. അത്രയായിരുന്നു.